മാനവസം മാനിതനേ മാനവസം മാനിതനേ മാനനീയ രൂപനേ മമ ജീവനേ മഹേശനേ സ്തോത്രം ശ്രീമനുവേലനേ മമ ജീവനേ മഹേശനേ സ്തോത്രം ശ്രീമനുവേലനേ മമ ജീവനേ മഹേശനേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട്. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്കായി 95-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുന്നു. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഭക്തൻ കടന്നു ചെല്ലുമ്പോൾ അവൻ എങ്ങനെ ചെല്ലണം എന്നുള്ളത് ഈ 2-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണം. കൃപായുഗത്തിൽ വസിക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗ്യ അവസ്ഥയാണ് ഏതു സമയത്തും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലുവാനുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണ യുഗത്തിൽ ദൈവസന്നിധിയിലേക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. ദൈവം നിയോഗിച്ചിരിക്കുന്ന ചില വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഇന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം. പ്രത്യേകിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഇന്ന് ഈ പ്രഭാതത്തിൽ നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവജനത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന 2 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഈ വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, സങ്കീർത്തനങ്ങളോടെ ചെല്ലണം. 2-ാമത്തെ കാര്യം പറയുന്നു, അവിടെ നാം സ്തോത്രത്തോടുകൂടെ ചെല്ലണം. ദൈവസന്നിധിക്ക് വളരെ പ്രത്യേകതകൾ നമുക്ക് തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവസന്നിധി ആഗ്രഹിക്കാത്ത ഒരു ഭക്തനും ഉണ്ടാകുകയില്ല. ഉത്തമനായൊരു ഭക്തന്റെ ആഗ്രഹം അവൻ നിരന്തരം ദൈവത്തോട് ചേർന്ന് വസിക്കണമെന്നുള്ളതും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതുമാണ്. 27-ാം സങ്കീർത്തനത്തിൽ ഭക്തനായിരിക്കുന്ന ദാവീദ് അത് വ്യക്തമാക്കുന്നു. അതുപോലെ 42-ാം സങ്കീർത്തനത്തിൽ കോരഗോത്രന്മാർ പറയുന്നത്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവസന്നിധി എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി. ഏതൊരു ഭക്തൻ്റെയും ജീവിതത്തിൽ ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ്റെ ജീവിതം വളരെ സന്തോഷപൂർണമായി തീരുന്നു. ലോകത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറന്ന് ഹൃദയത്തെ തുറക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവസന്നിധി 16 സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുന്ന, നിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും പ്രമോദങ്ങളുമുണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. നിരാശ നിറഞ്ഞ ഏതൊരുവനും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിത്യസന്തോഷവും അതിൻ്റെ പരിപൂർണതയും പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഈ ലോകം തരുന്ന താൽക്കാലികമായ സന്തോഷമല്ല, മറിച്ച് നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ് നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. 2-ാമത്തെ പ്രത്യേകത നാം വായിക്കുന്നത്, അത് വിധി പുറപ്പെടുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ എന്ന് 17-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിത പ്രവൃത്തിക്കനുസരണമായിരിക്കുന്ന ഒരു ശിക്ഷ നൽകുന്ന, അവരെ ന്യായം വിധിക്കുന്ന ഒരു വിധികർത്താവിൻ്റെ മുമ്പാകെയാണ് നാം ചെല്ലുന്നത് എന്ന ബോധ്യം ഒരുവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ദൈവം നേരോട് വിധിക്കുന്നവനാണ്. 3-ാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം പകരുവാൻ കഴിയുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. ശമൂവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അവിടെ ഹന്ന പറഞ്ഞ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക അത്രേ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ ദൈവമുമ്പാകെ പകരുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി. പ്രഭാതത്തിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോഴും നാം അതാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ
ദൈവം നമ്മോട് കാണിച്ച മഹാകരുണയെ നമ്മൾ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കപ്പെടുന്ന, നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്ന ഒരു അനുഗ്രഹീതമായ ഒരു സന്ദർഭം കൂടെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നാം ചിന്തിച്ചതുപോലെ രണ്ട് കാര്യങ്ങളാണ് ദൈവസന്നിധി ചെല്ലുമ്പോൾ. ഒന്ന്, അത് സ്തോത്രത്തോടെ നാം ചെല്ലണം. അനേകവിധ വിശിഷ്ട ഗുണങ്ങളുള്ള ദൈവസന്നിധിയിൽ നാം സ്തോത്രത്തോടെ ചെല്ലണം എന്ന് സംഗീതക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു. സ്തോത്രം എന്നാൽ കൃതജ്ഞത, നന്ദി അർപ്പണം എന്നാണ്. മനുഷ്യൻ പല സാഹചര്യങ്ങളിലും ദൈവത്തോട് നന്ദിയില്ലാത്തവരായി തീരാറുണ്ട്. ഇസ്രായേലാകട്ടെ തങ്ങളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിച്ച ദൈവത്തെ പല ആവർത്തി അവർ തങ്ങളുടെ ജീവിതത്തിൽ മറന്നു കളഞ്ഞു. അവർ നന്ദിയില്ലാത്ത ഹൃദയമുള്ളവരായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. അതെ, എന്നാൽ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ ഒരു ഭക്തന് തന്നിലേക്ക് തന്നെ നോക്കി പറയുവാൻ കഴിഞ്ഞ കാര്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, സ്തോത്രം അർപ്പിക്കലിന് വ്യക്തമായ ഒരു ഉദാഹരണം നമ്മുടെ കർത്താവ് പുതിയ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധേയമാണ്. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വാക്യങ്ങളിൽ നാം അത് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സൗഖ്യം വന്നതായ ഒരു മനുഷ്യൻ, ഒരു കുഷ്ഠരോഗി മനുഷ്യൻ, അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം ചെയ്ത നന്മ ഓർക്കുമ്പോൾ തനിക്ക് മൗനമായിരിക്കുവാൻ തക്കൊണ്ടും കഴിയുകയില്ല. താൻ ഇങ്ങനെയാണ് ചെയ്തത്. ലൂക്കോസ് വായിക്കുന്നത്, അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു എന്ന് നാം വായിക്കുന്നു. ഇന്ന് പകൽ ഈ പ്രഭാതം നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് ചെയ്ത നന്മകളെ കുറിച്ച് നാം ഓർക്കുന്നുണ്ടോ? ഇവിടെ സംഗീതക്കാരൻ പറയുന്നു, സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണം. സ്തോത്രം എന്നുള്ളത് ഒരു യാഗ അർപ്പണമാണ്. നമുക്കറിയാം, ദൈവം ചെയ്ത നന്മകൾക്ക് അതേ പ്രത്യുപകാരമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ദൈവമുമ്പാകെ നന്ദി അർപ്പിക്കുക മാത്രമാണ്. പാപികളും ദൈവവിരോധികളുമായിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് തേടിയെത്തി തൻ്റെ ജീവൻ നമുക്ക് മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുക്കുവാൻ തക്കണമിടയായി തീർന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മോട് കാണിച്ച ആ കരുണ, തൻ്റെ സ്നേഹത്തിൻ്റെ ആ മഹത്വം നമുക്ക് മറക്കാവതല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം നമ്മോട് കാണിച്ച സ്നേഹം കേവല സ്നേഹമല്ല, അത് മഹാസ്നേഹമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് നമ്മുടെ കർത്താവിന് മുമ്പാകെ നമുക്ക് അടുത്ത് കിടന്നില്ല. സംഗീതക്കാരൻ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്, നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത, ആ നിത്യ നരകമെന്ന ഭയാനകമായ അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത ദൈവപുത്രനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ അതേ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. നാളിതുവരെ നമ്മോട് കരുണ കാണിച്ച, ആ ക്രൂശിലോളം നമ്മെ സ്നേഹിച്ച, നിത്യ ദൈവരാജ്യത്തിന് നമ്മെ അവകാശിയായി തീർത്ത ആ കർത്താവിൻ്റെ പദപീഠങ്ങളിൽ വീണ് നന്ദി അർപ്പിച്ച് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ ചെറിയ ചിന്തകളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.